അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വീട്ടിലൊരു മസ്ലഹത്തിന് പോയപ്പോഴേ ഒരു ജ്യേഷ്ഠൻ അനിയന് ജ്യേഷ്ഠനെ കുറിച്ച് പറയാണ്, ഉസ്താദ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവനുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. എന്തോ മാരകമായ എന്തോ പ്രശ്നം കുടുംബത്തിൽ, രണ്ടുപേരും വഴക്ക് കൂടി അവസാനം തെറ്റി നിൽക്കുകയാണ് വർഷങ്ങളായിട്ട്. രണ്ടുപേരും നല്ല ദീനീബോധമുള്ളവരാണ്. പക്ഷെ ജ്യേഷ്ഠൻ അനിയന് ജ്യേഷ്ഠനോടും മിണ്ടൂല. ആ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയ്ക്ക് ഞാൻ നമ്മുടെ സുഹൃത്തും കൂടി അവിടെ പ്രശ്നം ചെന്നപ്പോൾ അവൻ എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്ക്, ഉസ്താദ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, പക്ഷെ അവനുമായിട്ട് ഒരു കണക്റ്റും ഇല്ല. ഞാനും ജ്യേഷ്ഠനും അനിയനും അല്ല. അപ്പം ഞാൻ സിലത്തുർ റഹ്മ്, ബന്ധം മുറിച്ചാൽ ഉള്ള അപകടത്തെക്കുറിച്ചൊന്നും അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എഫക്റ്റ് ആവണില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞൊരു പോയിൻ്റ്, ഒരു കാര്യം ചെയ്യുക, നിങ്ങളേതായാലും രണ്ടുപേരും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലെങ്കിൽ, ജ്യേഷ്ഠനക്ക് വിട്ടുവീഴ്ച വേണമെന്നുണ്ട്, അനിയനാണ് വാശി, വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഈ റമളാൻ മാസത്തിൽ അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള വാക്കുകൾ, ആ ദിക്റുകൾ ചെല്ലരുത്. കാരണം അല്ലാഹു തആല ഫോർഗീവ്നെസ് ചെയ്യാണ്, വിട്ടുവീഴ്ച ചെയ്യാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ അള്ളാഹ് ഇഷ്ടപ്പെടും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് തരണേ എന്നുള്ള ആ ദിക്ർ ഈ പരിശുദ്ധ റമദാനിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചൊല്ലരുത്. അത് അള്ളാഹുവിനെ കളിയാക്കലാകും. നിങ്ങളാർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹ് എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം എന്ന് പറഞ്ഞത് ഈ വൺ വേ ട്രാഫിക്ക് ശരിയാവില്ല. വൺ വേ ട്രാഫിക്കാണത്. അപ്പം അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധ റമളാനിൽ അവസാനത്തെ 10 നമുക്ക് ഫോർഗീവ്നെസ്സിൻ്റെ മാസമാണ്. ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ തളരൂല, അവൻ പരാജയപ്പെടൂല, അവന് ഹാപ്പി ആയിരിക്കും, ദുന്യാവും ആഖിറവും ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഫോർഗീവ്നെസ്, വിട്ടുവീഴ്ച ചെയ്യേണ്ട ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും കറയുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ എന്താണെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ചൊല്ലുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ചൊല്ലാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ ദിക്ർ നിങ്ങൾ ചൊല്ലരുത്. കാരണം അത് വൺ വേ ട്രാഫിക്കായി മാറും. അള്ളാഹ് ഒരിക്കലും സ്വീകരിക്കൂല. കാരണം നിങ്ങളൊരാൾക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കൂല, പൊരുത്തപ്പെട്ട് കൊടുക്കൂല. എന്നിട്ട് പഠിച്ചവനോട് പൊരുത്തപ്പെട്ട് തരാൻ പറയാന്ന് പറഞ്ഞാൽ അതൊരു ജാതി വർത്താനല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തി എല്ലാവരും പരസ്പരം ഹൃദയം തുറന്ന് മാതാപിതാക്കളോട്, മക്കളോട്, കുടുംബങ്ങളോട്, ഉസ്താദുമാരോട്, അല്ലെങ്കിൽ കൂട്ടുകാരോട്, എല്ലാവരോടും കൽബ് തുറന്ന സ്നേഹം, എല്ലാം വിട്ടുവീഴ്ച, മനസ്സറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ഒരു നല്ല ഉടമസ്ഥരായി മാറിയതിന് ശേഷം നീ പറ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, വിട്ടുവീഴ്ച ചെയ്ത് തരണേ അല്ലാ. അത് കഴിഞ്ഞിട്ട് നീ പറ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അവിടെ പോയിന്റ്. നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണ്ടേ. ഈ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ അവസ്ഥ എന്താ അറിയോ, നമ്മളിങ്ങനെ ദ്വാരക്കും, ചിന്ത വേറെയാണ്, പോണ വഴി വേറെ, ദ്വാരക്കണ വഴി വേറെ. കാസർകോട്ടേക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർകോട്ടേക്കുള്ള വണ്ടി കയറിയിട്ട് ദ്വാരക്കുകയാണ്, പഠിച്ചോനെ എന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണേ. എത്തുമോ? ഒരിക്കലും എത്തൂല. അപ്പോൾ നമ്മളെ റൂട്ടും എല്ലാം ക്ലിയർ ആവണം കേട്ടോ. അതിന് ശ്രമിക്കണം. ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, ശേഷം നിങ്ങളോടും പറയാണ്. അള്ളാഹു നല്ലതൊക്കെ പറയാനും ചെയ്യാനൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രധാനമായിട്ട് വേണ്ടെന്തറിയോ,
ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ്. നന്ദി പറയുക, നന്ദി പറയേണ്ടവരൊക്കെ നന്ദി പറയുക. അതിൻ്റെ ഒരു അവയർനെസ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ഫോർഗീവ്നെസ്സിൻ്റെ അവയർനെസ് ഉണ്ടാവണം. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക, അതൊരു ഹാപ്പിനെസ് മൂഡായി മാറണം. ഞാൻ പുറത്തു കൊടുക്കൂല, ഞാൻ അവനോടൊക്കെ ചെയ്തു കൊടുക്കൂല, അവനോട് അത് മാത്രമേ ഞാൻ പറയില്ല എന്ന് പറയണത് എൻ്റെ ആ ദുർവാശി ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തിവെച്ചോ. പൊരുത്തപ്പെട്ട് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. മനുഷ്യന്മാരാണ്, പലപ്പോഴും പല പ്രശ്നം ഉണ്ടാവും. ഒക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പാകപ്പെട്ടൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.